നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് VOC, വോയിസ് ഓഫ് ദ കസ്റ്റമർ, കസ്റ്റമറുടെ ശബ്ദം. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്യുക കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. ഒരു പ്രോഡക്റ്റിൽ കസ്റ്റമർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കസ്റ്റമറുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെ എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുകയാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് വിജയം. അപ്പോൾ കസ്റ്റമർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു പ്രോഡക്റ്റിൽ കസ്റ്റമർ ആഗ്രഹിക്കുന്നു, അതിൽ ഫീച്ചേഴ്സ് എന്തൊക്കെ ഉണ്ടാവണം തുടങ്ങിയ എല്ലാ കാര്യത്തിനെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ കമ്പനിക്ക് ഉണ്ടാവണം. അപ്പോൾ അതിൻ്റെ ബേസിലായിരിക്കും പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, പ്രൈസ്, ക്വാളിറ്റി എല്ലാം കമ്പനി തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ വോയിസ് ഓഫ് ദ കസ്റ്റമറുടെ ശബ്ദം എന്താണ് കസ്റ്റമർക്ക് പറയാനുള്ളത്, കസ്റ്റമറുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, റിക്വയർമെൻറ്റ്സുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കസ്റ്റമറുടെ ഫീഡ്ബാക്ക്. ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒരു കമ്പനി ഇറക്കിയെങ്കിൽ കസ്റ്റമർക്ക് അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കുകൾ എന്തൊക്കെ. ഫീഡ്ബാക്ക് മീൻസ് മേ ബി ഇമ്പ്രൂവ്മെൻ്റ് ആകാം, അതല്ല എങ്കിൽ സജഷൻസ് ആകാം, അതല്ല എങ്കിൽ അഭിനന്ദനങ്ങളാകാം. എന്നിരുന്നാലും അത് കമ്പനിയെ സംബന്ധിച്ച് കസ്റ്റമർക്ക് കമ്പനിയോട് പറയാനുള്ള കാര്യങ്ങളാണ്. കാരണം കസ്റ്റമർ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങുന്നു എങ്കിൽ കസ്റ്റമർ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, പർട്ടിക്കുലർ പെർഫോമൻസ് അതിനുണ്ടാവണം. അതില്ല എങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് കസ്റ്റമർ കൊടുക്കുന്ന വാല്യൂ കുറവായിരിക്കും. അപ്പം അത്തരത്തിൽ കസ്റ്റമർക്ക് എന്തൊക്കെയാണോ ഷെയർ ചെയ്യാനുള്ളത്, കസ്റ്റമറെ റിക്വയർമെൻറ്റ്സുകൾ എന്തൊക്കെയാണ്, കസ്റ്റമറുടെ ഫീഡ്ബാക്കുകൾ എന്തൊക്കെയാണ്, അപ്പം അത്തരത്തിൽ കസ്റ്റമറിനെ ഹിയർ ചെയ്യുക, കസ്റ്റമറെ ആവശ്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്ന ഒരു പ്രോസസ്സാണ് വോയിസ് ഓഫ് ദ കസ്റ്റമർ. നമുക്ക് വായിക്കാം. മോസ്റ്റ് ബിസിനസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കസ്റ്റമർ ഫീഡ്ബാക്ക് ഈസ് എസെൻഷ്യൽ ടു ഹെൽപ്പിംഗ് ദം ഇംപ്രൂവ് ദെയർ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സർവീസ് ആയിക്കോട്ടെ, അതെപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് ലെവൽ ഓഫ് ക്വാളിറ്റിയിൽ അല്ല നിൽക്കേണ്ടത്. അതിൻ്റെ ക്വാളിറ്റി ദിവസം കഴിയും തോറും ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം അത്തരത്തിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ട ഒരു ഇനീഷ്യേഷൻ വേണം. അപ്പം അത് എന്ന് പറയുന്നത് കസ്റ്റമറുടെ ഫീഡ്ബാക്കാണ്, കസ്റ്റമർക്ക് പറയാനുള്ള കാര്യങ്ങളാണ്. അപ്പം കസ്റ്റമറുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് അവർ ക്വാളിറ്റി കൂട്ടുന്നു. ഇനി ചിലപ്പോൾ കസ്റ്റമർ ആഗ്രഹിക്കാത്ത രീതിയിൽ ഫീച്ചേഴ്സ് ഇറക്കിക്കൊണ്ട് കൂടുതൽ കസ്റ്റമറിനെ സാറ്റിസ്ഫൈഡ് ചെയ്യുക. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കസ്റ്റമറെ ഡിലൈറ്റഡ്, ഒരു വെരി ഹാപ്പി എന്ന് പറയുന്നൊരു മൂഡിലേക്ക് മാറ്റാനും സാധിക്കുന്നു. അപ്പോൾ ഇനി നിലവിലുള്ളൊരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ആ പ്രോഡക്റ്റിൻ്റെ നല്ലതും ചീത്തയും, ഇനി എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തമായ ഐഡിയ വോയിസ് ഓഫ് ദ കസ്റ്റമർ ഫീഡ്ബാക്കിലൂടെ, കസ്റ്റമറുടെ സജഷൻസിലൂടെയൊക്കെ ലഭിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് വായിക്കാം. വോയിസ് ഓഫ് ദ കസ്റ്റമർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ നീഡ്സ്, വാണ്ട്സ് and the expectations of the customer, stated and unstated. This includes both external and internal customer. കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻറ്റേർണൽ കസ്റ്റമർ ഉണ്ട്, എക്സ്റ്റേണൽ കസ്റ്റമർ ഉണ്ട്. എക്സ്റ്റേണൽ കസ്റ്റമറാണ് ആ പർട്ടിക്കുലർ കമ്പനിയുടെ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന വ്യക്തികൾ. ഇൻറ്റേർണൽ കസ്റ്റമർ എന്ന് പറയുമ്പോൾ മേ ബി റോ മെറ്റീരിയൽസ് തൊട്ട് ഫിനിഷ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വരെയുള്ള ആ ഒരു പാത്തിൽ പാർഷ്യലി ഡെവലപ്ഡ് പ്രോഡക്ട്സുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളാണ് ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ്. അവർ കമ്പനിക്കകത്തുള്ളവരാണ്. അപ്പോൾ അത്തരത്തിൽ എക്സ്റ്റേണൽ കസ്റ്റമർ ആയിക്കോട്ടെ, ഇൻറ്റേർണൽ കസ്റ്റമർ ആയിക്കോട്ടെ, അവരുടെ നീഡ്സ്, വാണ്ട്സ്, എക്സ്പെക്റ്റേഷൻസ് അത് അറിഞ്ഞിരിക്കണം. എങ്ങനെയുള്ളത്? സ്റ്റേറ്റഡ് ആൻഡ് അൺസ്റ്റേറ്റഡ്, പറഞ്ഞതും പറയാത്തതും. അപ്പോൾ ഒരു കസ്റ്റമർ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും, അത് സാധിച്ചു കൊടുക്കുന്നു. പ്ലസ് കസ്റ്റമർ ആഗ്രഹിക്കാത്ത എന്നാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ കസ്റ്റമർ കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, കസ്റ്റമർ ഡിലൈറ്റഡ് സ്റ്റേജിലേക്ക് മാറിയ ഒന്നും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആ പ്രോഡക്റ്റിൽ ചേർത്ത് വെക്കാൻ കമ്പനിക്ക് സാധിക്കുന്നുവെങ്കിൽ കമ്പനി യഥാർത്ഥത്തിൽ ആ കസ്റ്റമറുടെ വോയിസിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ വോയിസ് ഓഫ് ദ കസ്റ്റമറിൽ മെയിനായിട്ട് ഇൻറ്റേർണൽ ആയിക്കോട്ടെ എക്സ്റ്റേണൽ ആയിക്കോട്ടെ ആ കസ്റ്റമറുടെ നീഡ്സ്, വാണ്ട്സ്, എക്സ്പെക്റ്റേഷൻസ് അതടങ്ങുന്നതാണ്
വോയിസ് ഓഫ് ദ കസ്റ്റമർ. സ്റ്റേറ്റഡ് ആൻഡ് അൺസ്റ്റേറ്റഡ്. സ്റ്റേറ്റഡ് ആയിട്ടും അൺസ്റ്റേറ്റഡ് ആയിട്ടുമുള്ള കസ്റ്റമറുടെ നീഡ്സ്, വാണ്ട്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്, അതിനെ ചേർത്ത് വിളിക്കുന്ന പേരാണ് വോയിസ് ഓഫ് ദ കസ്റ്റമർ. ലാസ്റ്റ് പോയിന്റ് വായിക്കാം. വോയിസ് ഓഫ് ദ കസ്റ്റമർ ഈസ് ഓഫൺ വ്യൂഡ് ആസ് എ പ്രോസസ് ഓർ പ്രൊസീജിയർ ഫോർ കളക്ടിങ്, documenting and analyzing the feedback from the customer to improve a product or process. അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ്, നിലവിലുള്ളൊരു പ്രോഡക്റ്റ് അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് കസ്റ്റമറുടെ ആവശ്യകതകൾ, കസ്റ്റമറുടെ നീഡ്സ് എന്തൊക്കെയാണ്, വാണ്ട്സ് എന്തൊക്കെയാണ്, എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടി കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കും. നിലവിലുള്ള പ്രോഡക്റ്റ് ആണ് എങ്കിൽ ഫീഡ്ബാക്കിലൂടെ ഏതൊക്കെ രീതിയിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാം എന്നുള്ളതിന് ഫോക്കസ് ഗ്രൂപ്പ് ഉണ്ട്, സർവേസ് ഉണ്ട്, ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. അപ്പോൾ പല മെത്തേഡിലൂടെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എടുക്കുന്നു. അപ്പോൾ ആ ഫീഡ്ബാക്കിലൂടെ നമ്മൾ ആ ഡേറ്റാസ് എടുത്തിട്ട് അതിൻ്റെ ബേസിൽ അനാലിസിസ് നടത്തിയിട്ട് ആ അനാലിസിസിലൂടെ നമ്മൾ ഫൈനലി ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരും എന്തൊക്കെയായിരുന്നു കസ്റ്റമർ ആഗ്രഹിച്ചത് എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഓൺലൈൻ ബിസിനസ് ശൃംഖലയായ ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ഒരുപാട് റിവ്യൂസ് ഉണ്ടാകും. പോസിറ്റീവ്, നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടാകും. അപ്പോൾ കുറേയൊക്കെ വായിച്ചു കഴിയുമ്പോൾ ആ റിവ്യൂസിൻ്റെ ബേസിൽ നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ റിവ്യൂസിൻ്റെ ബേസിലും അതോടൊപ്പം തന്നെ കസ്റ്റമർ റേറ്റിങ്ങിൻ്റെ ബേസിലും നമുക്കൊരു ഫൈനലായിട്ടുള്ളൊരു കൺക്ലൂഷൻ എത്താൻ സാധിക്കും. ആ കൺക്ലൂഷനിൽ നമ്മൾ പോയിൻ്റായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുവാണെങ്കിൽ ആ പ്രോഡക്റ്റിനുള്ള കുറവുകൾ, അതുപോലെ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ ബെസ്റ്റ് തുടങ്ങിയ ഒരു ഏകദേശ രൂപം നമുക്ക് അതിൽ നിന്ന് കിട്ടും. ആ പ്രോഡക്റ്റ് ചിലപ്പം കുറവുകൾ കൂടുതലായിരിക്കും, ബെസ്റ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ നല്ലത് കൂടുതലാകാം, കുറവുകൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് കുറവാകാം. അപ്പോൾ എനിവേ എന്നിരുന്നാലും നമുക്ക് ആ ഒരു റിവ്യൂവിൽ നിന്ന് നമുക്ക് ഒരു ഏകദേശ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ വോയിസ് ഓഫ് ദ കസ്റ്റമറിൽ നമ്മൾ ഇത്തരത്തിൽ കസ്റ്റമറുടെ സൈഡിൽ നിന്നും അവരുടെ ആശയങ്ങൾ, അവർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്, അത് കേട്ടിട്ട് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിൽ കൺക്ലൂഷൻസ് എടുക്കുന്നു. ലെറ്റ് യുവർ കസ്റ്റമേഴ്സ് ബി ഹേർഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കസ്റ്റമർ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ക്ഷമയോടെ കേൾക്കുക, അല്ലെങ്കിൽ അത് അറിയുക. അത് അറിഞ്ഞാൽ മാത്രമേ അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കൂ. അൾട്ടിമേറ്റ് ആയിട്ട് ലോകത്തുള്ള ഏത് കമ്പനി എടുത്താലും, കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കമ്പനി എടുത്താലും, അവരുടെ ഒരേ ഒരു ലക്ഷ്യം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. കാരണം അൾട്ടിമേറ്റ് ആയിട്ട് കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്താലേ കസ്റ്റമർ ആ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യാൻ സാധ്യതയുള്ളൂ. അങ്ങനെ റീറ്റെയിൻ ചെയ്യുന്നത് പോലും അതോടൊപ്പം തന്നെ കസ്റ്റമർ പ്രോഡക്റ്റ്, ആ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് മൂലം കമ്പനിക്ക് അൾട്ടിമേറ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നു. സോ എല്ലാ കമ്പനികളുടെയും ആവശ്യകതയായി മാറിയിരിക്കുകയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കാരണം കോമ്പറ്റീഷനുണ്ട്, ഒരു പ്രോഡക്റ്റ് തന്നെ നിർമ്മിക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്. സോ അവിടെ കോമ്പറ്റീഷനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളുടെയും ഇന്ന് ആവശ്യകതയായി മാറി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ലെറ്റ് യുവർ കസ്റ്റമേഴ്സ് ബി ഹേർഡ് എന്ന് പറയുന്ന ആ വാചകത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കസ്റ്റമറെ അറിയുക, കസ്റ്റമർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. The voice of the customer process should be proactive and continually refined to effectively capture constantly changing customer requirements. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ നിർമ്മിച്ചു, അത് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സിനെ വ്യക്തമായി സ്റ്റഡി ചെയ്താണ്. ഓക്കെ, അതിന് പർട്ടിക്കുലർ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഇനി അത് ആ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളതല്ല. കാരണം കസ്റ്റമറുടെ ആവശ്യകതകൾ ഓരോ ദിവസം കഴിയും തോറും അവരുടെ ആവശ്യകതകൾ മാറിക്കൊണ്ടിരിക്കും. ഇന്ന് തന്നെ നമ്മളൊരു മൊബൈലിൻ്റെ കേസ് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, നമ്മൾ 2019 കാണുന്ന ഫീച്ചേഴ്സ് ഉള്ള മൊബൈൽ അല്ല 2020 എൻഡിലേക്ക് വരുമ്പോൾ, അതല്ല 2018 കേസ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ അത്തരത്തിൽ ദിവസം കഴിയും തോറും പുതിയ ഫീച്ചറുള്ള മൊബൈലുകൾ പല കമ്പനി ഇറക്കുമ്പോൾ
മറ്റ് കമ്പനികൾക്കും മാർഗമില്ലാതാവും. കാരണം പുതിയ ഫീച്ചേഴ്സിൽ പുതിയ രീതിയിൽ ഒക്കെ മൊബൈൽ ഇറക്കേണ്ടതായിട്ടുള്ള അവരെ നിർബന്ധിക്കുകയാണ്, ആ ഒരു രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ അത്തരത്തിൽ കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങിച്ചു, മറ്റൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് നോക്കാൻ നേരത്ത് അതിന് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട് എങ്കിൽ കസ്റ്റമർ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കും ആ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ. എഗെയിൻ വേറൊരു കമ്പനി നോക്കാൻ നേരത്ത് ഇതിൽ രണ്ടിലെ ഫീച്ചേഴ്സ്, ഈ രണ്ട് കമ്പനിയിലെ പ്രോഡക്റ്റിലെ ഫീച്ചേഴ്സ് കൊണ്ട് പ്ലസ് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഉടനെ കസ്റ്റമർ അത് ആഗ്രഹിക്കും ആ കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചാലോ എന്ന്. ഇത്തരത്തിൽ കസ്റ്റമറുടെ ആവശ്യകതകൾ കൂടിക്കൊണ്ടിരിക്കുക. പ്ലസ് പുതിയ ഫീച്ചേഴ്സ്, കസ്റ്റമർ ആഗ്രഹിക്കാത്തതായിട്ടുള്ള പുതിയ ഫീച്ചേഴ്സും കൂടെ ഔട്ടിൽ വന്നാൽ ചേർത്താൽ അത് കസ്റ്റമർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതും മറ്റു പ്രോഡക്റ്റുകളിൽ അത് വേണമെന്ന് പറയുന്ന ഒരു വാശിയിലേക്ക് കസ്റ്റമർ മാറും. അപ്പോൾ അത്തരത്തിൽ കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഒരു ലിമിറ്റിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒന്നല്ല, അതെപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മാർക്കറ്റിനെ വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് വ്യക്തമായി അനലൈസ് ചെയ്താൽ മാത്രമേ ട്രെൻഡിനനുസരിച്ച് മാറുന്ന കസ്റ്റമറുടെ ആവശ്യകതകളെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അതനുസരിച്ച് കമ്പനിക്ക് പുതിയ ഫീച്ചറിലുള്ള പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ദിവസം കഴിയും തോറും ഇറക്കാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം പഴയ ആ ഒരു ലെവലിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അത് ആഗ്രഹിക്കുന്നില്ല. കസ്റ്റമർക്ക് വേണ്ടത് പുതിയ ഡിസൈൻ, പുതിയ ഫീച്ചേഴ്സ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊബൈലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഐഫോണിനെ സംബന്ധിച്ച് ഐഫോൺ നോച്ച് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് കടന്നു വന്നതും മറ്റ് കമ്പനികൾ ഉടനെ അത് കോപ്പി ചെയ്തു. പിന്നെ അവിടുന്ന് വി നോച്ചായി, യു നോച്ചായി, പിന്നെ ഇൻഫിനിറ്റി ഡിസ്പ്ലേ എന്ന് പറയുന്ന പുതിയ പുതിയ സാങ്കേതികതയിലേക്ക് വന്നു. കാരണം ആ നോച്ച് ഡിസ്പ്ലേ എന്ന് പറയുന്ന ആ ഒരു ഐഫോൺ ഇറക്കിയ അന്ന് അത് വളരെ കസ്റ്റമേഴ്സിനെ വളരെ അട്രാക്റ്റീവായിട്ടത് തോന്നി. കസ്റ്റമർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ ഒരു ഡിസൈൻ എന്ന് മറ്റ് കമ്പനികൾക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ അവരത് കോപ്പി ചെയ്തു. അതുക്കും മേലെങ്ങനെ പോകാം എന്നതിനെക്കുറിച്ചും അവർ സ്റ്റഡി ചെയ്തു. അപ്പോൾ അത്തരത്തിൽ പിന്നീട് ഒരിക്കലും തിരിച്ച് ആ ഡിസ്പ്ലേ എന്ന് പറയുന്നത് പിന്നെ ഔദ്യത് എങ്ങനെ കൂടാം, അതിലെങ്ങനെ പുതിയ പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്നാ ഒരിക്കലും ചിന്തിക്കുക. അല്ലാതെ അതോ ആ ലെവലിൽ എപ്പോഴും നിന്നുകൊണ്ടിരിക്കാനോ ആ ലെവലിൽ താഴെ പോകാനോ ഒരു കമ്പനികളും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് വായിക്കാം. ദ പ്രോസസ് ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് മെത്തേഡ്സ് ഫോർ എഫക്റ്റീവ്ലി ഷെയറിംഗ് ആൻഡ് യൂട്ടിലൈസിങ് ദിസ് വാല്യുബിൾ ഇൻഫർമേഷൻ ടു എഫക്ട് മീനിങ് ഫുൾ ചേഞ്ച്. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് ഈ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം ചേഞ്ച്, പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ബെറ്റർ ആക്കുക, കൂടുതൽ ബെറ്റർ ആക്കുക, കൂടുതൽ കസ്റ്റമർ ഓറിയൻറ്റഡ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാറ്റുക. ഇനി സ്റ്റെപ്സ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് വോയിസ് ഓഫ് ദ കസ്റ്റമർ. നമുക്ക് ഓരോ സ്റ്റെപ്സും നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ, ദെൻ കളക്ട്, ദെൻ അനലൈസ്, ദെൻ ഇൻ്റഗ്രേറ്റ്, ലാസ്റ്റ് വൺ മെയിൻറ്റെയിൻ. നമുക്ക് ഓരോന്നോരോന്നായി സ്റ്റെപ്പുകൾ നോക്കാം. ഫസ്റ്റ് ഐഡൻറ്റിഫൈ യുവർ കസ്റ്റമേഴ്സ്. ഐഡൻറ്റിഫൈ ഓൾ ദ കസ്റ്റമേഴ്സ് വെൻ ഡിസൈനിങ് and implementing a VOC system. Customers may be internal or external to the company. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം കസ്റ്റമറെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആരാണ് നമ്മുടെ കസ്റ്റമേഴ്സ്? ഇൻറ്റേർണൽ ആകാം, എക്സ്റ്റേണൽ ആകാം. എനിവേ, ഇനി എക്സ്റ്റേണൽ കസ്റ്റമർ ആണെങ്കിൽ ഏത് റേഞ്ചുള്ള കസ്റ്റമർ, ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഏത് മാർക്കറ്റിലാണ് ഇറക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സാണ് വാങ്ങിക്കുന്നത്. ഇനി അതിൽ തന്നെ കസ്റ്റമേഴ്സ് തന്നെ എടുക്കുകയാണെങ്കിൽ ഏത് ലെവലിലുള്ള കസ്റ്റമറാണ്, ഇപ്പോൾ റിച്ച് ആണോ അതോ മീഡിയം ആൾക്കാരാണോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ആൾക്കാരാണോ, അങ്ങനെ ആരാണ് നമ്മുടെ കസ്റ്റമർ എന്നത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് കസ്റ്റമർ ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ അപ്പോൾ ആ കസ്റ്റമർ അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം അനലൈസ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കില്ല മറിച്ച് മറ്റൊരു ഇലക്ട്രോണിക്സ് ഫീൽഡിലുണ്ടാവുക. അപ്പോൾ അത്തരത്തിൽ ആദ്യം കസ്റ്റമർ ആരാണ്, ഏത് കസ്റ്റമറാണ് നമ്മൾ നോക്കുന്നത്, ഏത് കസ്റ്റമർക്ക് വേണ്ടിയാണ് പ്രോഡക്റ്റ് ഇറക്കുന്നത്. ഇനി ഇന്റേണൽ കസ്റ്റമർ ആണെങ്കിൽ അങ്ങനെ, എക്സ്റ്റേണൽ ആകുമ്പോൾ ഏത് കസ്റ്റമർക്ക് വേണ്ടിയാണ് പ്രോഡക്റ്റ് ഇറക്കുന്നത്, എന്താണ് നമ്മുടെ പ്രോഡക്റ്റ് എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും കസ്റ്റമർ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിലാണ് പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ്, പ്രോഡക്റ്റ് ഫീച്ചേഴ്സൊക്കെ ആഡ് ഓൺസ് ചെയ്യുക. അപ്പോൾ ഇനി
വോയിസ് ഓഫ് ദ കസ്റ്റമറിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഐഡൻറ്റിഫൈ യുവർ കസ്റ്റമർ. ഈ പ്രോഡക്റ്റ് ആര് വാങ്ങും, ആരെയാണോ കമ്പനി ഫോക്കസ് ചെയ്യുക, ആരെ ഫോക്കസ് ചെയ്താണോ പ്രോഡക്റ്റ് ഇറക്കുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. സെക്കൻഡ് വൺ, കളക്ട്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് കളക്ട്. മെത്തേഡ്സ് യൂസ്ഡ് ഫോർ കളക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ദ ഡാറ്റ. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ കസ്റ്റമർ ആരാണ് എന്നത് വ്യക്തമായി മനസ്സിലാക്കി. ഇനി ആ കസ്റ്റമർക്ക് പറയാനുള്ള കാര്യങ്ങൾ, ഫീഡ്ബാക്കുകൾ, അവരുടെ ആവശ്യകതകൾ, അവരുടെ റിക്വയർമെൻറ്റ്സ്, നീഡ്സ്, വാണ്ട്സ്, എക്സ്പെക്റ്റേഷൻസ്, സജഷൻസ്, ഇതെല്ലാം മനസ്സിലാക്കണം. അപ്പം അതിനുവേണ്ടി കസ്റ്റമറുമായിട്ടൊരു ഇൻട്രാക്ഷൻ ആവശ്യമാണ്. അപ്പോൾ ആ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് മേ ബി നമുക്ക് ലോകത്തുള്ള എല്ലാ കസ്റ്റമറേയും സ്റ്റഡി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയനിൽ നിന്ന് കുറച്ച് സാമ്പിൾസുകൾ എടുക്കുക. സാമ്പിളായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ കുറച്ച് ഡേറ്റാസ് എടുത്തുകൊണ്ട് അതിൻ്റെ ബേസിൽ സ്റ്റഡി ചെയ്യുക. അപ്പോൾ അതിൽ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. സർവേസ് ഉണ്ട്, ഫോക്കസ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഇൻ്റർവ്യൂസ് ഉണ്ട്, ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്, ടോൾ ഫ്രീ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പം ഇത്തരത്തിൽ എവിടെ നിന്നൊക്കെയാണോ കസ്റ്റമേഴ്സ് ഡേറ്റ കളക്ട് ചെയ്യാൻ സാധിക്കുക. ഒരു പുതിയ പ്രോഡക്റ്റ് ഇറങ്ങുന്ന കേസിലാണെങ്കിൽ ഇത്തരത്തിലൊരു പ്രോഡക്റ്റ് ഇറങ്ങിയാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകൂ എന്നുള്ള രീതിയിൽ കസ്റ്റമറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. ഈ നിലവിലുള്ള പ്രോഡക്റ്റ് പരിഷ്കരിക്കണമെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് ആ പ്രോഡക്റ്റിൽ എങ്ങനെയാണ് എന്നുള്ളത് മാർക്കറ്റ് സ്റ്റഡിയിലൂടെയോ അതല്ല എങ്കിൽ ഓൺലൈൻ എന്ന രീതിയിലോ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വ്യക്തികൾ വെബ്സൈറ്റിലിടുന്ന ഡേറ്റാസിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഓൺലൈൻ സ്ഥാപനങ്ങളുടെ അവരുടെ വെബ്സൈറ്റ് വഴിയോ ഒക്കെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഡേറ്റാസ് മാക്സിമം കളക്ട് ചെയ്യുക. കാരണം ആ ഡേറ്റാസിനെ വെച്ചാണ് നമുക്ക് കസ്റ്റമറുടെ ആവശ്യകതകൾ, കസ്റ്റമർ വാണ്ട്സ്, നീഡ്സ്, എക്സ്പെക്റ്റേഷൻസ് എക്സെട്ര നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് അനലൈസ്. നമുക്ക് ഡേറ്റ എല്ലാം നമ്മൾ കളക്ട് ചെയ്തു, ഇനി അതിനെ സ്റ്റഡി ചെയ്യുക. ആ സ്റ്റഡി ചെയ്തതിന് ശേഷം ആ സ്റ്റഡിയുടെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്പുട്ടാണ്, എൻഡ് പ്രോഡക്റ്റാണ് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. നമുക്ക് വായിക്കാം. നൗ ദാറ്റ് ദ കസ്റ്റമർ ഫീഡ്ബാക്ക് ഹാസ് ബീൻ കളക്റ്റഡ് ആൻഡ് സ്റ്റോർഡ്, എ സിസ്റ്റം ഈസ് റിക്വയർഡ് ടു മാനേജ് ദ കോംപ്ലക്സ് ഡാറ്റ, സെറ്റ് പ്രയോറിറ്റീസ് ആൻഡ് മേക്ക് ആക്യുറേറ്റ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ദ ഡാറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ ഡേറ്റ അനലൈസ് ചെയ്തു, പഠിച്ചു. ഇപ്പോൾ ഫീഡ്ബാക്ക് ആകുമ്പോൾ നിലവിലുള്ള ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ കോമൺ ആയിട്ട് റെഗുലറായിട്ട് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് അതിനുണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കമ്പനിക്ക് പറ്റുന്നു. കാരണം കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നു, പല റേഞ്ചിലുള്ള പല തരത്തിലുള്ള ആൾക്കാർ അത് യൂസ് ചെയ്യുന്നു. ചിലർ റഫായിട്ട് യൂസ് ചെയ്യാം, ചിലർ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ ബേസിൽ ആ പ്രോഡക്റ്റിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ഐഡിയ ഈ ഡേറ്റയിലൂടെ ലഭിക്കുന്നു. അതിൻ്റെ ബേസിൽ ഫ്യൂച്ചറിൽ ആ പ്രോഡക്റ്റ് പരിഷ്കരിച്ചിറക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു വേർഷനിൽ ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോഴോ കമ്പനിക്ക് കുറേയും കൂടെ നല്ല ഒരു പ്രോഡക്റ്റ് കസ്റ്റമറെ കയ്യിലെത്തിക്കാൻ സാധിക്കുന്നു. ഇനി ഫോർത്ത് സ്റ്റെപ്പാണ് ഇൻ്റഗ്രേറ്റ്. നമുക്ക് വായിക്കാം. ട്രാൻസ്ലേറ്റ് ദ കസ്റ്റമർ വാണ്ട്സ് ആൻഡ് നീഡ്സ് ഇൻ ടു പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് ആൻഡ് ടെക്നിക്കൽ ഡിസൈൻ സ്പെസിഫിക്കേഷൻസ്. കസ്റ്റമറുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. നമ്മളതിൻ്റെ ഒന്ന് കണ്ടതാണ് ഒരു മെത്തേഡ് QFD, ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണോ കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്, ആ റിക്വയർമെൻറ്റ് അനുസരിച്ചുകൊണ്ട് ആ റിക്വയർമെൻറ്റ്സിന് നമ്മൾ വെയിറ്റേജ് കൊടുത്തുകൊണ്ട് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യും. പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യും മീൻസ് നമ്മൾ പ്രോഡക്റ്റ് ചെയ്യാൻ നേരത്തെ ആ പ്രോഡക്റ്റിൽ ഏത് മെറ്റീരിയലാണ് സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യേണ്ടത്, ഏത് ടെക്നിക്കൽ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ടെക്നിക്കൽ മെത്തേഡ്സിലൂടെയാണത് ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യേണ്ടത്. പക്ഷെ അവിടെ നമ്മൾ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് ആ പ്രോഡക്റ്റ് നിർമ്മിക്കണം, അല്ലെങ്കിൽ ഏത് ടെക്നിക്കൽ പ്രോസസ്സിലൂടെ ആ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു കമ്പനിയുടെ സൈഡിൽ നിന്നും. അതോടൊപ്പം തന്നെ കസ്റ്റമർ ആ പ്രോഡക്റ്റിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്
കസ്റ്റമറുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ കമ്പനി സൈഡ് കൂടെ നോക്കിയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും QFD എന്ന് പറയുന്ന ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെൻറ്റിലൂടെ കിട്ടുക. അപ്പോൾ ആ ഒരു മെത്തേഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിലൂടെ അത് വ്യക്തമായി മനസ്സിലാകാവുന്നതാണ്. അപ്പോൾ എനിവേ ഇൻ്റഗ്രേറ്റിൽ നമ്മൾ കസ്റ്റമറുടെ ആഗ്രഹങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്തതിന് ശേഷം അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്നു. ഒരു പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിലോ അതിൻ്റെ ഡിസൈനിലോ തുടങ്ങി മാറ്റങ്ങളായിട്ട് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ QFD നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതാണ് തേർഡ് സ്റ്റെപ്പും പറയുക. അപ്പോൾ അവിടെ QFDയിൽ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം കസ്റ്റമറുടെ ആഗ്രഹങ്ങളെ ഇൻപുട്ടാക്കി എടുക്കുന്നു. അതിനെ സ്വീകരിച്ചുകൊണ്ട് പ്രോഡക്റ്റിന് ഡിസൈനിൽ മാറ്റം വരുത്തി നമ്മൾ എങ്ങനെയാണ് കസ്റ്റമർ ഏത് ആഗ്രഹങ്ങൾക്ക് വെയിറ്റേജ് കൊടുക്കണം, ഏത് ആഗ്രഹങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നൊക്കെയുള്ള ഒരു രീതിയിൽ അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് മെയിൻറ്റെയിൻ. നമ്മൾ കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ സ്വീകരിച്ചു, അതനുസരിച്ച് പ്രവർത്തിച്ചു. ദെൻ എഗെയിൻ നമുക്ക് ആ ഒരു ലെവലിൽ നിന്നാൽ പോരാ, കുറച്ചും കൂടെ മുന്നിലേക്ക് വരണം, കുറച്ചുകൂടെ മുകളിലേക്ക് പോകണം. അതുമാത്രമല്ല താഴേക്ക് പോകാനും പാടില്ല. നമുക്ക് വായിക്കാം. വൺസ് ദ VOC process is established and integrated throughout the organization, the next step is to assure the information stays up to date and relevant to the customers' continuously changing wants and needs. അപ്പോൾ കസ്റ്റമറുടെ ഇപ്പോഴുള്ള ഈ ആഗ്രഹങ്ങൾ, ഇപ്പോഴുള്ള ആ നീഡ്സ് എന്താണോ വാണ്ട്സ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഓക്കെ, അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഇനി അതിനുശേഷം അടുത്ത ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ എഗെയിൻ കസ്റ്റമറുടെ ആവശ്യകതകൾ മാറാം, നീഡ്സും വാണ്ട്സും ചേഞ്ച് ചെയ്യാം. അതനുസരിച്ച് എഗെയിൻ വർക്ക് ചെയ്യണം. അപ്പോൾ നിരന്തരമായി ഇമ്പ്രൂവ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിരന്തരമായി വർക്ക് ചെയ്യേണ്ട ഒരു മേഖലയാണ് VOC. ഒരിക്കലും ഒരു പ്രാവശ്യം നമ്മൾ VOC ഡേറ്റ കളക്ട് ചെയ്തു, ഓക്കെ ദെൻ എല്ലാം ഓക്കെ ആയി, നമ്മൾ ഡിസൈനിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞ് ആ പ്രോഡക്റ്റ് തന്നെ ആ ഒരു ഫീച്ചേഴ്സിൽ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല. കാരണം കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ, എക്സ്പെക്റ്റേഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. സോ അത് എഫക്റ്റീവായിട്ട് മനസ്സിലാക്കുക, എഗെയിൻ നമ്മുടെ പ്രോഡക്റ്റിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഒരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ ഫിക്സ് ചെയ്യാവുന്ന ഒന്നല്ല VOC. A system must be developed to regularly review and reassess your VOC data on an ongoing basis to ensure your service offerings continue to meet or exceed their requirements. അപ്പോൾ ഈ VOC നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതിലൂടെ നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്. ടു മീറ്റ് ഓർ എക്സീഡ് ദിയർ റിക്വയർമെൻറ്റ്സ്. കസ്റ്റമറുടെ ആഗ്രഹങ്ങളെ മീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എക്സീഡ് ചെയ്യണം. അതായത് കസ്റ്റമർക്ക് സാറ്റിസ്ഫൈഡ് ആക്കുകയോ അതോ അവരെ എക്സ്ട്രാ ഹാപ്പി എന്ന മോഡിലേക്ക് മാറ്റുകയോ ചെയ്യണം. ഒരിക്കലും അവരെ അൺഹാപ്പി എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മാറ്റരുത്. കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആകണം. ഇനി അതല്ല എങ്കിൽ എക്സ്ട്രാ ഫീച്ചേഴ്സുകൾ ആ പ്രോഡക്റ്റിൽ കൊടുത്തുകൊണ്ട് ഡിലൈറ്റഡ് ആക്കി മാറ്റണം. അതല്ലാതെ ഒരിക്കലും താഴേക്ക് പോകാൻ പാടില്ല. അപ്പം അതിന് നിരന്തരമായി കസ്റ്റമറുടെ ഡേറ്റ സ്റ്റഡി ചെയ്യണം. VOC ഇന്നെടുത്തു, ആ VOC നിരന്തരമായി പരിഷ്കരിച്ചുകൊണ്ട് കസ്റ്റമറുടെ ആഗ്രഹങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കസ്റ്റമറെ സാറ്റിസ്ഫൈ ആക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഡിലൈറ്റഡ് എന്ന സ്റ്റേജിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വാളിറ്റി ഫങ്ഷൻ ഡിപ്ലോയ്മെൻ്റ് എന്ന് പഠിക്കും. താങ്ക് യു.